الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിനി ഇന്ന് സൂറത്ത് യൂനുസിലെ 9-10 സൂക്തങ്ങൾ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات يهديهم ربهم بإيمانهم تجري من تحتهم الأنهار في جنات النعيم دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم أن الحمد لله رب العالمين. إن الذين آمنوا തീർച്ചയായും വിശ്വസിച്ചവർ, സത്യവിശ്വാസം സ്വീകരിച്ചവർ, വഅമിലു സ്വാലിഹാത്തി നല്ല കാര്യങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തവർ, യഹ്ദീഹിം റബ്ബുഹും അവരുടെ രക്ഷിതാവ് അവരെ നയിക്കും, ബി ഈമാനിഹിം അവരുടെ സത്യവിശ്വാസം കൊണ്ട്, തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാറു അവരുടെ താഴ്ഭാഗത്തുകൂടി പുഴകൾ ഒഴുകും, ഫി ജന്നാത്തിൻ നഈം സുഖവാസത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ തോട്ടങ്ങളിൽ, ദഅവാഹും ഫീഹ അവിടെ അവരുടെ പ്രാർത്ഥന, സുബ്ഹാനക്കല്ലാഹുമ്മ സുബ്ഹാനക്കല്ലാഹുമ്മ എന്നായിരിക്കും, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാകുന്നു, വ തഹിയ്യതുഹും ഫീഹ അവിടെ അവരുടെ അഭിവാദ്യം സലാം സലാം എന്നായിരിക്കും, സമാധാനം രക്ഷ എന്നൊക്കെയായിരിക്കും. വ ആഖിറു ദഅവാഹും അവരുടെ അവസാന പ്രാർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ അവസാനം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശേഷിപ്പിച്ച ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും. അല്ലാഹു നീ പറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിൻ്റെ ഉടമകളാകാൻ, അതിൽ അവകാശികളാകാൻ ഞങ്ങൾക്കും ഭാഗ്യം നൽകുമാറാകണം. ചെറിയ വിധത്തിൽ നമുക്കൊന്ന് വിശദീകരിക്കാൻ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്, അതൊന്ന് വിശദീകരിക്കാം. ഇന്നല്ലദീന ആമനു വിശ്വസിച്ചവർ, സത്യവിശ്വാസം സ്വീകരിച്ചവർ, അതിൻ്റെ അർത്ഥം നമുക്കറിയാലോ. വഅമിലു സ്വാലിഹാത്തി ആ സത്യവിശ്വാസത്തിൻ്റെ താല്പര്യത്തിനനുസൃതമായി നന്മ പ്രവർത്തിക്കുന്നവരും. അപ്പോൾ സത്യവിശ്വാസത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. അല്ലാതെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ദൈവനിഷേധികളുണ്ട്, മതനിഷേധികളുണ്ട്, പരലോക നിഷേധികളുണ്ട്, ഭാഗികമായി വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരും പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പല നല്ല കാര്യങ്ങളും ചെയ്യും. അവർക്കൊക്കെ സ്വർഗം കിട്ടണ്ടേ? നമ്മളെ രാഷ്ട്രീയ നേതാവ് തന്നെ ഒരിക്കൽ ചോദിച്ചു, ഓലൊന്നും ഇല്ലാത്ത സ്വർഗം പിന്നെ എന്ത് സ്വർഗം? അത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയം. അല്ലാഹു തആല ചില അടിസ്ഥാന നിബന്ധനകളും യോഗ്യതകളും നിശ്ചയിച്ചിട്ടുണ്ട് സ്വർഗം കിട്ടാൻ. ആ അടിസ്ഥാന യോഗ്യതകൾ ആദ്യം പൂർത്തിയാക്കണം. അത് ഈമാനാണ്. ആ ഈമാനിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴേ അള്ളാഹ് അവർക്ക് സ്വർഗം കൊടുക്കാമെന്ന് വെച്ചിട്ടുള്ളൂ. അല്ലാതെ സ്വർഗം നന്മ ചെയ്യുന്നവർക്ക്, അല്ലാതെ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന, പുണ്യകർമ്മം എന്നത് നമ്മുടെ വീക്ഷണത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് സേവനം ചെയ്യുന്നവർക്ക് സ്വർഗം കൊടുക്കാൻ നമ്മൾ ഏറ്റിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് അള്ളാഹുവിൽ, അത് നമ്മൾ ചുരുക്കി പറയും തൗഹീദും റിസാലത്തും ആഖിറത്തും, ഇത് അംഗീകരിക്കുന്നവർക്കേ അള്ളാഹ് സ്വർഗം കൊടുക്കുള്ളൂ. ഇത് നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം. അപ്പോൾ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർ യഹ്ദീഹി ഹിദായത്തിലാക്കുക,
അതാണ് നേർമാർഗത്തിലാക്കുക നമ്മൾ അർത്ഥം പറയും. നയിക്കുക എന്ന് അതിനർത്ഥം നന്മയിലേക്ക് നയിക്കുക, സത്യത്തിലേക്ക് നയിക്കുക, ധർമ്മത്തിലേക്ക് നയിക്കുക. യഹ്ദീഹിം റബ്ബുഹും അവരുടെ റബ്ബ് അവരെ നയിക്കും, ബി ഈമാനിഹിം അവരുടെ വിശ്വാസം കൊണ്ട് നയിക്കും, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതെങ്ങോട്ടായിരിക്കും? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരെ അല്ലാഹു തആല നയിച്ചു കൊണ്ടുപോവുക സ്വർഗത്തിലേക്കാണ്. പിന്നെ സ്വർഗത്തിൻ്റെ വിശേഷണങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ യഹ്ദീഹിം റബ്ബുഹും ബി ഈമാനിഹിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വർഗത്തിലേക്ക് നയിക്കും, സ്വർഗത്തിലേക്ക് നയിക്കും. തജ്രി ഒഴുകുന്നുണ്ട്, മിൻ തഹ്തിഹിം അവരുടെ താഴെ കൂടി, അൽ അൻഹാറു പുഴകൾ, ഫി ജന്നാത്തിൻ നഈം. നഈം എന്ന് പറഞ്ഞാൽ നിഅ്മത്ത് എന്നുള്ളതിനുണ്ടായതാണ്. സുഖ സൗകര്യമെന്നോ അനുഗ്രഹങ്ങളെന്നോ ഒക്കെ അർത്ഥം പറയും. ജന്നാത്ത് എന്ന തോട്ടങ്ങളാണ്, അനുഗ്രഹങ്ങളുടെ തോട്ടത്തിൽ. അപ്പോൾ സ്വർഗം, അതിലേക്കാണ് അല്ലാഹു തആല അവരെ കൊണ്ടുപോവുക. അതിൻ്റെ അർത്ഥം നമുക്കറിയാലോ. ഇതൊക്കെ ഓതുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു ബോധം, ഇതിങ്ങനെ അന്തം വിട്ടിങ്ങനെ ഓതുകയല്ല. സാധാരണഗതിയിൽ നമ്മളെ ഓത്ത് അവിടെ കണ്ണും നാവും മാത്രമേ ഉണ്ടാവുള്ളൂ, മനസ്സ് വേറെ എവിടെയൊക്കെ പോകും. മനസ്സ് ഏതിലേക്ക് പതറി ചതറി അങ്ങനെ പോകും. നമ്മളിങ്ങനെ ഓതുകയും ചെയ്യും. ഓതി കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ 2 പേജൊക്കെ ഓതിയല്ലോ എന്ന് നമ്മളെ മനസ്സിൽ തന്നെ വരിക, അതുപോലും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഖുർആൻ വചനങ്ങൾ ഓതുമ്പോൾ എന്താണ് ഓതുന്നത് മനസ്സിലാക്കണം. ഞാൻ ഖുർആൻ പഠിക്കണം എന്ന് പറയണത്. അപ്പോൾ ഇവിടെ സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളത് ആഗ്രഹിക്കണം എന്നുള്ള കാര്യം സ്വാഭാവികമല്ലേ. അല്ലാഹു തആല 2 വിധത്തിലാണല്ലോ അവനെ നമ്മളെ ഇസ്ലാമിലേക്ക് ഈമാനിലേക്ക് വിളിക്കുന്നത്. ഒന്ന് ബഷീർ, സുവിശേഷം, സ്വർഗം കൊണ്ടുള്ള സന്തോഷം. ഒന്ന് നബിനെ നദീർ സല്ലല്ലാഹു അലൈഹി വസല്ലം നദീറായിട്ട് നിയോഗിച്ചു, നരകം കൊണ്ടുള്ള താക്കീത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സന്തോഷ വാർത്തയാണ്. ആ സന്തോഷ വാർത്ത നമ്മളെ അറിയിക്കുമ്പോൾ അത് കിട്ടണമെന്ന് നമുക്ക് താല്പര്യം ഉണ്ടാകണം. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കണം, അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. എപ്പോഴും ഞാൻ പറയുന്നതാണ്, അങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടത്. ദഅവാഹും ഫീഹ അവിടെ അവരുടെ പ്രാർത്ഥന അല്ലെങ്കിൽ അവരുടെ സ്തോത്രം എന്നൊക്കെയാണ് ദഅവത്ത് എന്നൊക്കെ അറിയ വാക്ക് തന്നെയാണ്. ദഅ എന്നുള്ളതിനുണ്ടായ വാക്കാണ്. ദഅവാഹും അവരുടെ പ്രാർത്ഥന, ഫീഹ അവിടെ, സുബ്ഹാനക്കല്ലാഹുമ്മ സുബ്ഹാനക്കല്ലാഹുമ്മ എന്നായി, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. തഫ്സീർ ഇബ്നു കസീർ, ഖുർത്തുബി പോലെയുള്ള പണ്ഡിതന്മാർ അത് സംബന്ധമായി പറയുന്നത്, അവരെന്തൊരാവശ്യം ഉന്നയിക്കുമ്പോഴും തുടക്കത്തിൽ സുബ്ഹാനക്കല്ലാഹുമ്മ എന്ന് പറയും. അങ്ങനെയായി മാറും അവർ സ്വർഗത്തിലെത്തുന്നതോട് കൂടിയിട്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ അവർ എപ്പോഴും വാഴ്ത്തിക്കൊണ്ടിരിക്കും. അവരൊരാവശ്യം ഇബ്നു കസീറിൽ ഇത്രത്തോളം പറഞ്ഞിട്ടുണ്ട്, ഒരാവശ്യം അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ അത് പൂർത്തീകരിക്കുന്നതിന് 10,000 സേവകർ സന്നദ്ധരായിരിക്കുന്ന ഒരുക്കിത്തരാൻ സുബ്ഹാനല്ലാഹ്. അതിൻ്റെ അദ്ദേഹം പറയുന്നതിൻ്റെ പിൻബലം എന്താണെന്ന് നമുക്കറിയില്ല. എന്തായിരുന്നാലും വലിയ സേവനം നമുക്ക് ഒരുക്കിത്തരാനുള്ള അല്ലാഹു തആല അവിടെ സംവിധാനങ്ങൾ. ഇതൊക്കെ നമ്മളെ മനസ്സിലിങ്ങനെ അലയടിക്കണം, മനസ്സിലിങ്ങനെ ആഗ്രഹം ഉണ്ടായിരിക്കണം, മനസ്സിൽ അള്ളാഹുവിനോടുള്ള തേട്ടം ഉണ്ടായിരിക്കണം. അപ്പോൾ സുബ്ഹാനക അല്ലാഹുമ്മ എന്നാണ് അവർ പറയുന്നത്. അർത്ഥം നമുക്കറിയാലോ. സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണല്ലാ, ഞാൻ നിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണല്ലാ. അല്ലാഹുമ്മ എന്ന അല്ലാഹുവേ, വ തഹിയ്യത്തുഹും അവരുടെ അഭിവാദ്യം പരസ്പരം കാണുമ്പോൾ ഈ മനുഷ്യന് തമ്മിലുള്ള കുശുമ്പും കുന്നായ്മയും വെറുപ്പും വിദ്വേഷവും പക്ഷപാതിത്വമൊക്കെ എവിടെ? ദുന്യാവിലുണ്ടാവുക. എന്നെ കണ്ട ഒരാൾക്ക് ഇഷ്ടമല്ല, അവനെ കണ്ട എനിക്കിഷ്ടമല്ല, പരസ്പരം യോഗ്യല്ല. എന്താ കാരണം? ഓൻ മുതലാളിയാണ്, ഞാൻ തൊഴിലാളിയാണ്, ഓൻ ചൊറുക്കുള്ളവനാണ്, മറ്റോൻ ചൊറുക്കില്ലാത്തവനാണ്, ഓൻ വേറെ പാർട്ടിക്കാരനാണ്, ഞാൻ വേറെ പാർട്ടിക്കാരനാണ്. ഇങ്ങനെ പരസ്പരം ഒരു ഇമ്പെന്ന് പറയണതിനേക്ക് ഇമ്പമില്ലാത്ത, പരസ്പരം അടുപ്പമില്ലാത്ത, പരസ്പരം സ്നേഹമില്ലാത്ത, പരസ്പരം സഹകരിക്കാൻ കഴിയാത്ത, പരസ്പരം ഒന്ന് പുഞ്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയ മനുഷ്യന്മാർ പരലോകത്ത് അങ്ങനെ ഉണ്ടാവില്ല. അത് പരലോകത്തുമായ പിന്നെ എന്ത് സമാധാനമുള്ളത്? അയൽവക്കക്കാരായിട്ടും സംഘർഷം, ജ്യേഷ്ഠാഞ്ജന്മാരായിട്ടും സുഖമില്ലായ്മ, കൂട്ടുകാരായിട്ടും ഉള്ളിൽ സുഖമല്ല പുറമേക്ക് യോഗ്യമാണ്. ഇങ്ങനെ നാട്ടിൽ മുസ്ലിമീങ്ങൾ തമ്മിൽ മുഅ്മിനീങ്ങൾ തമ്മിൽ. പക്ഷേ ഇത് സ്വർഗത്തിലുണ്ടാവില്ല. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഖില്ലിൻ, അവരുടെ മനസ്സിലുള്ള ഈ പകയും വിദ്വേഷക്കള ഊരി മാറ്റുന്ന സ്വർഗത്തിലേക്ക് അർഹത നേടിയ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ വതഹിയ്യത്തുഹും അവർ പരസ്പരം കണ്ടുമുട്ടിയാൽ അവർ അഭിവാദ്യം ചെയ്യുക സലാം, സമാധാനം, സലാം എന്ന ആശംസ.
അത് നമ്മൾ സൂറത്ത് യാസീനിലൊക്കെ ഓതല്ലേ, ഹും ഫീഹാ ഫാക്കിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം അല്ലേ. അവർക്ക് അവർ ആഗ്രഹിക്കുന്നത് അവർക്കുണ്ടാകും. പിന്നെ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, റബ്ബും റഹീമുമായ അള്ളാഹുവിൻ്റെ അഭിവാദ്യം തന്നെ സലാം എന്നായിരിക്കും. എവിടെയും സമാധാനത്തിൻ്റെ, എവിടെയും സന്തോഷത്തിൻ്റെ അഭിവാദ്യങ്ങൾ മാത്രം. പരസ്പരം സ്നേഹമുള്ള, പരസ്പരം ആദരവുള്ള ഒരു സംഘം സ്വർഗവാസികൾ. എല്ലാവർക്കും പരസ്പരം ഇഷ്ടപ്പെടാൻ മാത്രം പറ്റുന്ന വിധത്തിൽ സലാം എന്നായിരിക്കും അവർ അഭിവാദ്യം ചെയ്യുക. ആഖിറു ദഅവാഹും അവരുടെ അവസാന പ്രാർത്ഥന, ഒരു വാക്ക് അവർ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ, ഒരു വാചകം അവർ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാവശ്യം അവർ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഉടനെ അവസാനം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ ഖുതുബയിലൊക്കെ കേൾക്കറില്ല, അല്ലെങ്കിൽ പ്രസംഗം കഴിഞ്ഞാൽ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് ഈ പ്രയോഗമാണ്, സ്വർഗവാസികളുടെ പ്രയോഗമാണ്. ദുനിയാവിൽ നിന്ന് തന്നെ നമ്മളത് ശീലമാക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം അള്ളാഹുവിനോട് സുബ്ഹാനക അല്ലാഹുമ്മ എന്ന് പറഞ്ഞിട്ടാണ് ഒരു ആവശ്യം പറഞ്ഞു തുടങ്ങുക. ഭക്ഷണം എന്താണ് ആവശ്യം അത് മനസ്സിൽ വിചാരിച്ചാൽ മതി എന്നാണല്ലോ. അപ്പോൾ അത് ഒരുക്കി തരാൻ വേണ്ടി സേവകന്മാർ സ്വർഗത്തിൽ ആ ആവശ്യം പൂർത്തീകരിച്ചു കഴിയുന്നതോടുകൂടി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുനിയാവിലും വിശ്വാസികൾ ഇങ്ങനെ സലാം ഹംദ് പറയുന്നവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യം നേടിക്കഴിഞ്ഞാൽ തറൽ മലായികത ഹാഫീന മിൻ ഹൗലിൽ അർശി യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വഖുലിയ ബൈനഹും ബിൽ ഹഖ് വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറത്തു സുമറിൻ്റെ അവസാനത്തെ ആയത്ത് നമ്മൾ ഓതലില്ലേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതായിരിക്കും അവരുടെ അവസാന പ്രാർത്ഥന, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ അവസാനം, അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിൻ്റെ അവസാനം. ദഅവാന ആവശ്യം ഉന്നയിക്കുക, അതിന് ദഅവ എന്ന് പറയും. അപ്പോൾ ആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവരുടെ പ്രാർത്ഥനയുടെ അവസാനം. അത് ചില പരിഭാഷകൾ ആ പ്രാർത്ഥനയുടെ അവസാനം, ചിലർ അവസാനത്തെ പ്രാർത്ഥന അല്ലെങ്കിൽ അവസാനത്തെ വാചകം, അങ്ങനെയാണല്ലോ നമ്മളൊരു സംഗതി പറഞ്ഞ് അവസാനിപ്പിക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വർഗത്തിൽ അങ്ങനെ തന്നെ ആയി മാറും. അത് അങ്ങനെയാണ് വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ സംവിധാനിക്കുക. ഞാൻ ഒരു വട്ടം കൂടി അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. അപ്പോൾ ഈ സ്വർഗം എന്നൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ആ സ്വർഗത്തെ കൊതിക്കണം, ആ സ്വർഗത്തെ ആഗ്രഹിക്കണം, ആ സ്വർഗത്തിൽ നിന്ന് ഞാൻ അകലെയാകുമോ എന്ന് ബേജാറാകണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ, യഹ്ദീഹിം റബ്ബുഹും അവരുടെ രക്ഷിതാവ് അവരെ നയിക്കും, ബി ഈമാനിഹിം അവരുടെ വിശ്വാസം കൊണ്ട്, തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാറു അവരുടെ താഴ്ഭാഗത്തുകൂടി പുഴകൾ ഒഴുകിക്കൊണ്ടിരിക്കും, ഫി ജന്നാത്തിൻ നഈം സുഖവാസത്തിൻ്റെ അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ തോട്ടങ്ങളിൽ, ദഅവാഹും ഫീഹ അവിടെ അവരുടെ പ്രാർത്ഥന സുബ്ഹാനക അല്ലാഹുമ്മ അല്ലാഹുവേ നിൻ്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു എന്നതായിരിക്കും, വ തഹിയ്യത്തുഹും ഫീഹ സലാം അവിടെ അവരുടെ അഭിവാദ്യം, തഹിയ്യത്ത് അഭിവാദ്യം, തഹിയ്യാത്തു എന്ന് പറഞ്ഞാൽ അതന്നെയാണ് വാക്ക്. അവർ പരസ്പരം അഭിവാദ്യം ചെയ്യുക സലാം എന്ന് ആശംസിച്ചു കൊണ്ടായിരിക്കും. ആഖിറു ദഅവാഹും അവരുടെ അവസാനത്തെ പ്രാർത്ഥന അല്ലെങ്കിൽ സ്തോത്രം, അനിൽ ഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ, അനിൽ ഹംദു സ്തുതി അത്രയും ലില്ലാഹി റബ്ബിൽ ആലമീൻ ലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. ഇത്തരത്തിൽ അള്ളാഹുവിനെ വാഴ്ത്തുവാൻ, സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ വാഴ്ത്തുവാനും സ്വർഗം ലഭിക്കുവാനും നാഥ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രക്ഷിതാവേ, ഞങ്ങളോട് പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളും സഹോദരന്മാരുമുണ്ട്. അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകണം. അല്ലാഹ്, ഞങ്ങളുടെ കുട്ടികളുണ്ട്, ഞങ്ങളുടെ പേരക്കുട്ടികളുണ്ട്, ഞങ്ങളുടെ മരുമക്കളുണ്ട്, ഞങ്ങളുടെ സഹോദരന്മാരുണ്ട്. പലരും പലപ്പോഴും ആരാധനാ കർമ്മങ്ങളിലടക്കം വീഴ്ച വരുത്തുന്നവരാണ്. നാഥ, നീയാണ് പുറത്തു കൊടുക്കുന്നവർ. അവർക്കെല്ലാവർക്കും നിൻ്റെ കാരുണ്യം കൊണ്ട്, നിൻ്റെ വാത്സല്യം കൊണ്ട്, നിൻ്റെ സ്നേഹം കൊണ്ട് നീ പുറത്തു കൊടുക്കുകയും ഞങ്ങളെയും അവരെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.